ഷംന, ഏതായാലും അവസാന മണിക്കൂറുകളിൽ അവിടെ സംഭവിച്ചത് എന്ത് എന്നതാണ് ഈ ബുള്ളറ്റിന്റെ തുടക്കത്തിൽ നമ്മൾ കാണിച്ചത്. അതിനു മുൻപും നമ്മൾ അതിൽ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വോട്ട് ചെയ്യാൻ എത്തിയെന്നുള്ളത്. ഈ പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. 75% മുകളിലേക്ക്, അതൊരു പക്ഷേ 76 ആകാനുള്ള സാധ്യതയുണ്ട്. താരതമ്യം എങ്ങനെയാണ് മുൻവർഷത്തേതുമായി അപേക്ഷിച്ച്? അനുജ, താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് കുറവാണ് എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ തവണ 78% മുകളിൽ ഉണ്ടായിരുന്ന പോളിംഗ് ആണ് ഇത്തവണ 75.31% എന്നതിലേക്ക് കുറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവസാന കണക്കുകൾ വരുമ്പോൾ അതൊരു പക്ഷേ 76% എന്നതിലേക്ക് ആയാൽ കൂടി കഴിഞ്ഞ തവണ 78% ഉണ്ടായിരുന്നതാണ് കുറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഏവരും ഉറ്റുനോക്കിയ ഒരു നഗരസഭ പാലക്കാട് നഗരസഭ തന്നെയായിരുന്നു. കാരണം 10 വർഷമായി BJP ഭരണമുള്ള ഒരു നഗരസഭയാണ്. ആ നഗരസഭയിൽ ഇത്തവണ പോളിംഗ് വളരെ കുറവാണ്. 63% മാത്രമാണ് പാലക്കാട് നഗരസഭയിൽ ഇത്തവണ പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ 67% ഉണ്ടായിരുന്ന നഗരസഭയാണ് ഇത്തവണ കുറഞ്ഞത്. പക്ഷേ സാധാരണഗതിയിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ഒരു പോളിംഗ് നോക്കുമ്പോൾ അത് താരതമ്യേന മെച്ചപ്പെട്ട ഒരു പോളിംഗ് തന്നെയായിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നു രാവിലെ മുതലൊക്കെ. ഇന്നും ഇത്തരത്തിൽ തന്നെ ഈ പോളിംഗ് ദിവസമൊക്കെ രാവിലെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയൊക്കെ 50% പിന്നിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടിംഗ് ഉണ്ടാകും, കൂടുതൽ ശതമാനം പോളിംഗ് രേഖപ്പെടുത്തുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഉച്ച കഴിഞ്ഞുള്ള ഒരു പോളിംഗ് അത് മന്ദഗതിയിലായി. പിന്നീട് അതിൽ താഴേക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിരിക്കുന്നു എന്നതാണ് സാഹചര്യം. പൊതുവെ പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറവ് ഉണ്ട് എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.